ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ കടം വാങ്ങുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യരുത്. ചില നാളുകാർക്ക് വളരെയധികം പിന്തുണ പങ്കാളിയിൽ നിന്നും ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിരിക്കും. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് പരിശോധിക്കുന്നത്. അതിലാദ്യമായി അശ്വതി നക്ഷത്രമാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭം കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ഇറക്കുമതി കയറ്റുമതി മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് സാധ്യത. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വാഹനമോ വസ്തുവോ വാങ്ങുവാൻ പദ്ധതിയിടും. ഇന്റേൺഷിപ്പ് അവസാനിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. ഇണയിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതായിരിക്കും. കുടുംബ സമാധാനം നിലനിർത്തുവാൻ സാധിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പ്രൊഫഷണലുകൾക്ക് അവരുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. ബിസിനസ്സുകാർക്ക് വ്യാപാരം പുതിയ വിപണികളിലേക്ക് വ്യാപിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിട്ട് രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കിട്ടാനുള്ള പണം ലഭിക്കുകയും ചെയ്യും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. വിവിധ മേഖലകളിൽ പണം ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ പണത്തിൻ്റെ കുറവ് അനുഭവത്തിൽ വരും. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയ ഉണ്ടാകുന്നതാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. ഏകാന്തത അനുഭവത്തിൽ വരും. മോശപ്പെട്ട സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നയതന്ത്ര സമീപനം സ്വീകരിക്കുകയും മറ്റും ചെയ്യുന്നത് നന്നായിരിക്കും. ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങുകയോ അവർക്ക് പണം കടം നൽകുകയോ ചെയ്യാതെ ഇരിക്കുക. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ബിസിനസ്സുകാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ജലദോഷം, ചുമ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. വിശ്വസനീയരായ ആളുകളെ നേടുവാൻ സാധിക്കുകയില്ല. തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഈ മേഖലയിലെ വിദഗ്ധരുമായി കൂടിയാലോചിക്കണം. അടുത്ത ബന്ധുക്കൾ വ്യക്തിപരമായ ജീവിതത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആശങ്കകൾ മറ്റുള്ളവരുമായി പങ്കിടുന്നത് ഒഴിവാക്കുക. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സ്വയം തയ്യാറാകണം. പിതാവിൻ്റെ പെരുമാറ്റം അസ്വസ്ഥത ഉളവാക്കിയേക്കാം. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് മകം നക്ഷത്രമാണ്. കുടുംബതലത്തിൽ ജീവിത പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം. അനാവശ്യമായ പ്രവൃത്തികൾ കാരണം മാനസികാവസ്ഥ മോശമാകാം. ബിസിനസ് പങ്കാളിയെ വഞ്ചിച്ചേക്കുവാൻ ഇടയുള്ളതിനാൽ നിങ്ങളെ വഞ്ചിച്ചേക്കുവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അടുത്തത് പൂരം നക്ഷത്രമാണ്. കർശനമായ ഭക്ഷണക്രമം പിന്തുടരുവാൻ ശ്രദ്ധിക്കണം. നെഗറ്റീവ് ചിന്തകളുടെ പിടിയിൽ അകപ്പെടുവാൻ സാധ്യത. ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ പ്രാർത്ഥനകളും മറ്റും സഹായിക്കുന്നതായിരിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. തൊഴിലില്ലാത്തവർ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. വിവാഹത്തിന് യോഗ്യരായവർക്ക് ഇക്കാര്യത്തിൽ ശുഭവാർത്ത കേൾക്കുവാൻ ഇടവരും. ചില സുപ്രധാനമായ സാമ്പത്തിക പദ്ധതികൾ നടപ്പിലാക്കും. അവയിലൂടെ ലാഭം നേടുവാനും സാധിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിലൂടെ സ്വന്തം ഇമേജ് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. പോസിറ്റീവ് എനർജി വർദ്ധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. കുടുംബജീവിതം സമാധാന അന്തരീക്ഷത്തിലേക്ക് മടങ്ങിയെത്തും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ബിസിനസ്സുകാർക്ക് പുതിയ സേവനമോ ഉൽപ്പന്നമോ ആരംഭിക്കുവാൻ സാധിക്കും. കഠിനാധ്വാനത്തിന് അനുകൂലമായ ഫലം ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ പുതിയ അവസരങ്ങൾ വന്നു ചേരും. അടുത്ത ചോദ്യ നക്ഷത്രമാണ്. കുടുംബതലത്തിൽ വളരെ സന്തുഷ്ടത പ്രകടമാക്കും. പഠനത്തിനായി വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് സമയം പ്രത്യേകിച്ചും അനുകൂലം ആയിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ദൈവികമായി രക്ഷപ്പെടും. കരിയറിൽ മികച്ച പ്രകടനം നടത്തുവാൻ സാധിക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്.
വിദ്യാർത്ഥികളുടെ പരിശ്രമങ്ങളെ മുതിർന്നവർ അഭിനന്ദിക്കും. ആത്മവിശ്വാസം കാരണം ജോലിസ്ഥലത്ത് നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിച്ചേക്കും. ബിസിനസ്സുകാർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കും. സുഹൃത്തുക്കളുമായും കുടുംബവുമായും സന്തോഷപ്രദമായ സമയം ചിലവഴിക്കും. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിജയം നേടുവാനുള്ള ശക്തമായ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സ്വത്തുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും. ബിസിനസ്സുകാർ അവരുടെ പ്രൊജക്റ്റുകളും ഇടപാടുകളും രഹസ്യമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ആക്ഷനും പ്ലാനുകളും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യണം. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. രേഖാപരമില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും പിന്മാറണം. ജോലി രാജിവെക്കേണ്ട സാഹചര്യം വന്നുചേരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായ ഫലം ലഭിക്കുകയില്ല. ധനനഷ്ടം, വഞ്ചന എന്നിവ അനുഭവത്തിൽ വരാവുന്നതാണ്. അടുത്തത് പൂരാട നക്ഷത്രമാണ്. ഏതൊരു വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും വന്നുചേരും. സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഔദ്യോഗിക മേഖലയിൽ ബുദ്ധിമുട്ടുകൾ മാറും. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ അവസരങ്ങൾ ലഭിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ നിന്നും ആദായം കുറയും. വ്യക്തമായ ദിശാബോധം ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നഷ്ടത്തിന് സാധ്യത. ക്ഷമ, വിനയം, ആത്മസംയമനം എന്നിവ പാലിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രദ്ധിക്കണം. കോപം കുറയ്ക്കുക. ഉദ്യോഗമാറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഔദ്യോഗിക മേഖലകളിൽ ചുമതലകൾ വർദ്ധിക്കും. വ്യവസായം നവീകരിക്കുവാൻ ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടി വരും. അശ്രാന്ത പരിശ്രമത്തിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. ചില മേഖലകളെ ഒഴിവാക്കി വിറ്റുവരവുള്ള മേഖലകളിൽ മാത്രം ബിസിനസ് നിലനിർത്തുവാനോ വിപുലീകരിക്കുവാനോ ശ്രദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരും. മാതാപിതാക്കളുടെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹാശിസ്സുകളാൽ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. പഠിച്ച വിദ്യയോട് അനുബന്ധമായി ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. ചികിത്സ ഫലിക്കുന്നത് വഴി ആരോഗ്യം തൃപ്തികരമായി തുടരും. അടുത്തത് ചതയ നക്ഷത്രമാണ്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ ഉണ്ടായിത്തീരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. അടുത്തതായി പുരുരുട്ട നക്ഷത്രമാണ്. സാമ്പത്തിക പരിമിതികൾ നേരിടേണ്ടി വരും. സ്പെഷ്യലൈസേഷൻ മേഖലയിൽ മുന്നേറുവാൻ ഈ മാസം നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും. ചെലവുകൾ നിങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും. അടുത്ത ഉത്രട്ടാ നക്ഷത്രമാണ്. ഗാർഹികവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് യാത്രകൾ പുനരാരംഭിക്കും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ വന്നുചേരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ആധ്യാത്മിക ചിന്തകൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് സഹായിക്കും. സ്വന്തം നേട്ടങ്ങൾ കണക്കിലെടുത്ത് കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തും. വിദേശത്തുള്ളവർക്ക് സ്ഥിരം താമസത്തിനുള്ള അനുമതി ലഭിക്കും. ഏതൊരു വിപരീത സാഹചര്യങ്ങളെയും നിഷ്പ്രയാസം അതിജീവിക്കുവാനും സാധിക്കും. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.